UDF ഭരിക്കുന്ന കൊടുവള്ളി നഗരസഭയിൽ കൈക്കൂലി വാങ്ങി ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചെന്ന ആരോപണവുമായി CPM രംഗത്ത്. 8 ലക്ഷം രൂപ വരെ വാങ്ങിയെന്നാണ് ആരോപണം. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിന് ഫണ്ട് കണ്ടെത്താനാണ് നിയമനമെന്നും പരാതി. UDF ഭരിക്കുന്ന കൊടുവള്ളി നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചതിൽ കൈക്കൂലി വാങ്ങിയെന്നതാണ് ആരോപണം. 8 ലക്ഷം രൂപ വരെ വാങ്ങിയാണ് നിയമനം എന്ന് CPIM ആരോപിച്ചു. ലീഗിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താനാണ് പണം വാങ്ങിയതെന്നും ജോയിന്റ് ഡയറക്ടർ തടഞ്ഞ നിയമനങ്ങൾ സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തി നടപ്പാക്കിയെന്നും CPIM പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു അവസാന ഘട്ടത്തിൽ വളരെ തിടുക്കപ്പെട്ടുകൊണ്ട് 7 പേരെ നിയമിക്കാനുള്ള തീരുമാനം മുനിസിപ്പാലിറ്റി എടുക്കട്ടെ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാർ ഈ വിഷയത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി അതിന് ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുള്ള. അപ്പോൾ അത് അവസാനം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ അവസാന ഘട്ടത്തിൽ വലിയ ഭീമമായ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള തിരിമറി നടത്തുന്നതിനും ഉള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇങ്ങനെ നിയമനം നടത്താൻ വേണ്ടി തിടുക്കപ്പെട്ടിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. നിയമനം നടത്തിയില്ലെങ്കിൽ ഓഫീസ് കത്തിക്കുമെന്ന ചെയർമാന്റെ ഭീഷണി സന്ദേശവും പുറത്തു വന്നിട്ടുമുണ്ട്. സൂപ്രണ്ട് അത് ജേരിനോട് പറഞ്ഞ നടക്കൂലെന്ന് കേട്ടോ. ഓഫീസ് ഞാൻ നാളെ കാണിച്ചു കൊടുത്തു. നമ്മളുടെ നമ്മളെടുത്ത് കണ്ടെന്ന് പറഞ്ഞാൽ ഏവനാണെങ്കിലും അത് എത്ര നാളെ കാണിച്ചു കൊടുക്കാം. അതിലാണ് നമ്മൾ ഓഫീസ് കത്തിക്കാളിക്കുന്നതാണ്. നിങ്ങൾ കാട് ചോട് കാണിക്കുന്നത്. അതേസമയം ആരോപണം തള്ളി പഞ്ചായത്ത് UDF ഭരണസമിതി രംഗത്തെത്തി. കൌൺസിൽ തീരുമാനം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നിയമനങ്ങൾ നടത്തിയത് എന്നതുമാണ് നഗരസഭാ ചെയർമാന്റെ വാദം. കോഴ വാങ്ങിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.